നിർദ്ദേശം ADGP കൃത്യമായി കമ്മീഷനൊക്കെ കൊടുത്തു തന്നെയാണ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ അഴിഞ്ഞാടി എന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ആ വാക്കാണ് ആവർത്തിച്ചത്. ഡിഫൻസ് ആയിരുന്നു, LDFന്റെ ഡിഫൻസ് ആയിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടി. അതുകൊണ്ടാണ് ഇയാൾ അഴിഞ്ഞാട്ടം രാവിലെ മടത്തിവരവ് തുടങ്ങിയപ്പോൾ തൊട്ട് 11 മണിക്ക് തുടങ്ങുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ എങ്ങനെ അഴിഞ്ഞാടണം ഒരാൾ? അയാളുടെ തലയ്ക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. ഇപ്പം ഭയങ്കര പ്ലാൻഡാണ്, ആസൂത്രണം ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കാണ്. ഈ ADGP ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യം പൂരം കലക്കി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മകൾക്കെതിരായ SFI അന്വേഷണം നിർത്തണം. എല്ലാം ആ ആരോപണം ഉൾപ്പെടെ, ആ കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ. ഇപ്പം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു, എന്നോടന്ന് ചോദിച്ചു ED പിടിമുറുക്കിയെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും ED പിടിമുറുക്കിയത് CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല, പിറ്റേ ആഴ്ച വരാൻ പറയും, പറഞ്ഞു വിടും. ഡെമോക്ലീസിൻ്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇപ്പോൾ ED എവിടെ? EDയുടെ പിടി എവിടെ? പിടിമുറുക്കിയ കൈ ഇപ്പോൾ ഇവിടെ പോയി? ഒരു അന്വേഷണം ഇല്ലല്ലോ കരുവന്നൂരിൽ. നിങ്ങൾ തന്നെ ആലോചിക്കും. ഇതൊക്കെ ഞങ്ങളന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യം. തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് BJP ജയിപ്പിക്കുന്നത്. ഭയങ്കരമായിരുന്നു അതിൻ്റെ റിയാക്ഷൻ. വളരെ പ്ലാൻഡായിട്ട് BJPയും CPM കൂടി ആസൂത്രണം ചെയ്ത അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിൻ്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയില്ലേ? അതാരാ? അതിൻ്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടിരുത്തിയില്ലേ? അപ്പോൾ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇനി ADGP അജിത് കുമാറിനെതിരെയും ശശിക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നാണ്. തൊടാൻ പേടിയാണ്. ധൈര്യമുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ. ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇത്രയും കൊലപാതകം ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ തെളിവ് നശിപ്പിക്കാൻ കൊലപാതകം നടത്തി എന്നുവരെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അവരെക്കാൾ താഴെയുള്ള ആളുകളാണ് അന്വേഷിക്കുന്നത്. DGP ഉണ്ട്, പാവം. താഴെയുള്ള സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. SP-ക്കെതിരെ ആരോപണം വന്ന് അന്വേഷിക്കണതേ SI. എങ്ങനെ ഉണ്ടാവും? SI SP-ക്കെതിരെ അന്വേഷിച്ചാൽ അതുപോലെയാണ് അന്വേഷിക്കുന്നത്. അപ്പം ഇത് ചോദിച്ചോ, ഇത് എന്താണ്, എന്ത് ഇടപാടാണ് ഈ സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും തമ്മിലുള്ളത്? ഞങ്ങൾ ചോദിച്ചല്ലേ. ഇപ്പം ജാവദേക്കറെ കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളെ പുറത്താക്കിയത്, EP ജയരാജനെ. ഞാൻ 5-6 പ്രാവശ്യം ജാവദേക്കറെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഇലക്ഷൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്? എന്തിനാണ് കാണുന്നത്? ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിലെ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിന് 5-6 പ്രാവശ്യം കാണണം?